ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് 4 മണിക്ക് ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് ആദ്യം 2 മുട്ട പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞാൻ 3 ഏലക്കയുടെ അരിയും കൂടി ഇട്ടിട്ടാണ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മൈദ എടുത്തിട്ടുണ്ട് ഒരു ബൗള്. ആ മുട്ടയും കൂടി ചേർത്ത് അല്പം ഉപ്പും ചേർത്ത് നമ്മൾ ഇതൊന്ന് അല്പം ഉപ്പും മതി, മധുരം ചേർക്കുന്നത് കൊണ്ട്. ഇതിലേക്ക് നമ്മളിനി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഞാനിതൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നല്ല ലൂസ് ബാറ്ററായിട്ട് നമുക്ക് കിട്ടണം. കുറച്ചും കൂടി ലൂസ് ആവാനുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് ലൂസാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണം. പഞ്ചസാര അലിഞ്ഞ് വരുന്നവരെ നമ്മളൊന്ന് ഇളക്കി എടുക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു ഞാൻ. നമുക്ക് അത് മാറ്റി അടച്ചു വയ്ക്കാം. എന്നിട്ട് നമ്മൾ തേങ്ങ ചിരകിയത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒത്തിരി കളർ മാറിപ്പോണ്ട. നെയ്യ് ചേർത്ത് നമ്മളൊന്ന് ഇളക്കി ഈ തേങ്ങയിലെ വെള്ളം പറ്റുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ പഞ്ചസാര ഏലക്കയും കൂടി പൊടിച്ച് വെച്ചിരുന്നതാണ്, അതുകൊണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചേർത്തും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ പാനടുപ്പത്ത് വെച്ച് നമുക്ക് ഈ കായ ഒന്ന് ഏത്തപ്പഴമാണ്, ഏത്തക്കായാണ് ഇത്. ഏത്തപ്പഴം നല്ലവണ്ണം പഴുത്ത ഏത്തപ്പഴം ചെറുതായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ട് അത് നമുക്കൊന്ന് മുരിച്ചെടുക്കണം. ഇങ്ങനെ എല്ലാം മുരിച്ചെടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് ആവശ്യമുള്ള അത്രയും മുരിച്ചെടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ മാവ് എടുത്ത് വെച്ചിരുന്ന മാവ് ഒഴിച്ച് പരത്തിയതിന് ശേഷം അതിലേക്ക് തേങ്ങയും അതിൻ്റെ കൂടെ മുരിച്ച ഏത്തപ്പഴവും കൂടെ ഒഴിച്ച് കൊടുത്തു. അടുത്ത ലെയർ ഇങ്ങനെയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഒരു വശത്തേക്ക് മടക്കിയതിന് ശേഷം അടുത്ത വശത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിലും തേങ്ങയും ഏത്തക്കയും വെച്ചു. അങ്ങോട്ട് അപ്പുറത്തേക്ക് മറിച്ച് കൊടുത്തിട്ട് ഈ വശത്ത് വീണ്ടും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ എത്രയാണോ നമ്മളുടെ കയ്യിൽ ഉള്ള മാവും, അതായത് ഫില്ലിങ് നമ്മൾ ആദ്യം റെഡിയാക്കിയ തേങ്ങയും പഴത്തിൻ്റെ പഴം മുരിച്ച് വെച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് തീരുന്ന വരെ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആക്കി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് മുരിച്ച് കഴിഞ്ഞിട്ട് പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്ത് നോക്കാം. എന്നാൽ ലാസ്റ്റ് ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ നല്ല ലെയറായിട്ടിരിക്കും. നല്ല ടേസ്റ്റുമാണ്. ഓരോ ലെയറും നല്ല ഇതുണ്ട്, നല്ല കൃത്യമായിട്ട് കാണുകയും ചെയ്യാം. നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ലൊരു 4 മണി പലഹാരമാണ്.